സോ മക്കളെ നമുക്കിനി നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ, അതായത് ടൈപ്സ് ഓഫ് ന്യൂറോൺസുകൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂറോൺസ്? ന്യൂറോൺസുകളെ നമുക്കിപ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? ഹോപ്പ് യു റിമെമ്പർ ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. ഞാൻ എഴുതാൻ പോവാണ്. യെസ്, ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ന്യൂറോൺസ് വി ക്യാൻ ബേസിക്കലി ക്ലാസിഫൈ ദീസ് ന്യൂറോൺസ് ഇൻടു ടു ടൈപ്സ്. ഏതൊക്കെയായിരുന്നു? യെസ്, ചില ന്യൂറോൺസുകൾക്ക് മൈലിൻ ഷീത്തുകൾ ഉണ്ട്. യെസ്, മൈലിൻ ഷീത്തുകൾ ഉണ്ടെങ്കിൽ that type of neuron is called a myelinated neuron, അല്ലെ? myelinated neuron. So neurons which is having the myelin sheath is called myelinated neuron. Simple, അല്ലെ? ഈ myelinated neurons കാണുന്നത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിട്ടുള്ള സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലാണ്. ഏതിലാണ്? സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. ദാറ്റ് ഈസ് സിംപ്ലി കാൾഡ് CNS എന്ന് പറയാം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. നമ്മുടെ കംപ്ലീറ്റ് ന്യൂറൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പറയുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറൽ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻറ്റയർ ന്യൂറൽ സിസ്റ്റം വി കൻ ക്ലാസിഫൈഡ് ഇൻടു സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ കണ്ടിന്യൂഷൻ സ്പൈനൽ കോഡുമാണ്. ഓക്കെ, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് പുറമേ കാണുന്ന ന്യൂറോൺസുകളാണ്. ഓക്കെ, മൈലിനേറ്റഡ് ന്യൂറോൺസുകൾ കാണുന്നത് നമ്മുടെ ബ്രെയിനിന്റെ അകത്തുള്ള ന്യൂറോൺസിലാണ്. ദാറ്റ് ഈസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ കാണുന്ന ന്യൂറോൺസിലാണ് മൈലിനേറ്റഡ്. ഈ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മൈലിൻ ഷീത്ത് ആബ്സെന്റ് ആയിട്ടുള്ള ന്യൂറോൺസുകളാണ്, അല്ലെ? നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ the answer is what you know, answer is പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. പെരിഫറൽ ന്യൂറൽ സിസ്റ്റം ഞാൻ ഇനി ഒന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഷോർട്ട് ഫോം മാത്രമേ എഴുതുന്നുള്ളൂ. സോ ദിസ് ഈസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് ദിസ് ഈസ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സോ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയുന്നത് it is the neuron which is having the axon which is not covered by what? Which is not covered by myelin sheath. പക്ഷെ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് അറിയോ? എല്ലാത്തിലും ഷ്വാൻ സെൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷ്വാൻ സെൽ ഉണ്ട് കേട്ടോ. ഷ്വാൻ സെൽ എന്ന് പറയുന്ന സെൽ ഉണ്ട്, പക്ഷേ ഷ്വാൻ സെൽ എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടില്ല? നമ്മുടെ മൈലിൻ ഷീത്ത് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയുമ്പോൾ മൈലിനേറ്റഡ് ന്യൂറോൺ is actually covered by myelin sheath, അല്ലേ? മൈലിനേറ്റഡ് ന്യൂറോൺസിൽ ഷ്വാൻ സെൽ is modified into myelin sheath. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? ഇനി നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്, ഡെൻഡ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആക്സോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആക്സോൺ is not covered by a myelin sheath. അതാണ് നമ്മുടെ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂറോൺ, രണ്ട് ന്യൂറോൺസുകൾ തമ്മിൽ, ഞാൻ പറഞ്ഞു നമ്മൾ ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു നെർവിന്റെ കറക്റ്റ് ഒരു കണ്ടിന്യൂ അല്ലെങ്കിൽ നെർവിന്റെ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ന്യൂറോൺ, അല്ലേ? സോ നമ്മളൊരു ന്യൂറോൺ, ഒരു നെർവ്, ഒരു ബ്രെയിനിൽ നിന്ന് ഒരു നെർവ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ എൻറ്റയർ നെർവ്, ഞാൻ നേരത്തെ കാണിച്ച കാര്യമാണ്, എൻറ്റയർ നെർവിലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റയർ നെർവിന്റെ അകത്ത് എന്തുണ്ട്? എൻറ്റയർ നെർവിന്റെ അകത്ത് ഒരുപാട് ന്യൂറോൺസുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ന്യൂറോൺസുകൾ ഇങ്ങനെ, അല്ലേ? സോ ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഒരു പെർട്ടിക്കുലർ ന്യൂറോൺ ആണെന്ന് വിചാരിക്കാം. ഒരു പെർട്ടിക്കുലർ ന്യൂറോൺ മാത്രം ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. ഒരു പെർട്ടിക്കുലർ ന്യൂറോണിന്റെ എൻഡ് ആയിരിക്കും? എൻഡ് എന്ന് പറയുന്നത് സിനാപ്റ്റിക് ആക്സോൺ ടെർമിനൽ ആയിരിക്കും. ആക്സോൺ ടെർമിനലിലേക്കാണ് ആര് വന്ന് അറേസ് ചെയ്യുന്നത്? ആക്സോൺ ടെർമിനലിലേക്കാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും മെയിൻലി, അല്ലേ? മെയിൻലി നമ്മുടെ നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും. സോ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ നിങ്ങൾ? This junction is actually called as what you know? This junction is actually called as synapse. എന്താണ് അതിന്റെ പേര്? Synapse. So synapse is simply the junction between two neurons. Junction between two neurons എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്സ് എന്ന്. ഓക്കെ, സിനാപ്സ്. സോ സിനാപ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സിനാപ്സിന്റെ ഒരു ആവറേജ് ഡയഗ്രാം നിങ്ങൾ ഈ ഒരു മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. സിനാപ്സിന്റെ ഒരു ആവറേജ് ഡയഗ്രാം ആണ് ഞാൻ ഈ മെറ്റീരിയൽ, ആ സെയിം ഡയഗ്രാം തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ്. സോ നോക്കൂ, ഞാൻ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ ഈ സിനാപ്സ്, ഈ ഒരു കാര്യം കണ്ടോ? ഇത് വൺ ന്യൂറോൺ ആണ്. ആ വൺ ന്യൂറോൺ എൻഡ് ചെയ്യുന്നു, ഒരു ആക്സോൺ ടെർമിനൽ ആകുന്നു. നെക്സ്റ്റ് ന്യൂറോണിന്റെ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഡെൻഡ്രൈറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ സിനാപ്റ്റിക് നോബ്. കണ്ടോ, സിനാപ്റ്റിക് നോബിന്റെ അകത്ത് എന്താ ഉള്ളത്?
അല്ലേ? സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് ആക്സോൺ ടെർമിനൽ, ആക്സോൺ വരുന്നു, ആക്സോണിന്റെ ടെർമിനൽ വരുന്നു, ആക്സോണിന്റെ ടെർമിനൽ ഇങ്ങനെ അറേസ് ചെയ്യുന്നതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിനാപ്റ്റിക് നോബിന്റെ അകത്ത് കുഞ്ഞു വെസിക്കിൾസ് ആണ്. ഇതിന്റെ ഉള്ളിലും കുറേ ഉണ്ടയായിട്ടുള്ള വെസിക്കിൾസുകൾ ഉണ്ട്, കുറേ സ്ഫെറിക്കൽ ആയിട്ടുള്ള വെസിക്കിൾസ്. അതാണ് അതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത്, കണ്ടോ? സോ ഇതൊരു ആക്സോൺ ടെർമിനൽ ആണ്. ആക്സോൺ ടെർമിനലിന്റെ ഒരു സിനാപ്റ്റിക് നോബ് ആണ് ഈ കാണിച്ചത്, കണ്ടോ? സോ ദിസ് ഈസ് ദ സിനാപ്റ്റിക് നോബ്. ആ സിനാപ്റ്റിക് നോബിന്റെ അകത്തുള്ളത് നോക്കൂ, എന്താ ഉള്ളത്? സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ്. കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ, ഇത് കൺഫ്യൂഷൻ ആയി പോകുകയേ ചെയ്യരുത്. നോക്കൂ, കറക്റ്റ് സിനാപ്റ്റിക് നോബ് ആണ് ഞാൻ ഈ കാണിച്ചത്. യെസ്, ഇവിടെ എന്തുണ്ടാകും? ഇവിടെ നമ്മുടെ ആക്സോണും ഇവിടെ നമ്മുടെ ഡെൻഡ്രൈറ്റും സെൽ ബോഡിയും ഒക്കെ ഉണ്ടാവും അല്ലേ? സോ ദിസ് ഈസ് ദ ഡെൻഡ്രൈറ്റ് പോർഷൻ. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ ഡെൻഡ്രൈറ്റ് പോർഷൻ. ഇതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് പോർഷൻ. ഇത് നമ്മുടെ സെൽ ബോഡിയിലെ ന്യൂക്ലിയസ് ആണ്. യെസ്, ആക്സോൺ ടെർമിനൽ നോക്കുക. ആക്സോൺ ടെർമിനലിന്റെ അവിടെ നമുക്ക് സിനാപ്റ്റിക് നോബ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. സിനാപ്റ്റിക് നോബ്, ആ ഒരു സിനാപ്റ്റിക് നോബിന്റെ അകത്തുള്ള സ്ട്രക്ചറാണ് ഇത്. ഒരു പെർട്ടിക്കുലർ സിനാപ്റ്റിക് നോബാണ്. ആ സിനാപ്റ്റിക് നോബിന്റെ അകത്ത് എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ആ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്ത് എന്താ ഉള്ളത് നോക്കൂ. സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, സോ സിനാപ്റ്റിക് നോബ് has many synaptic vesicles. That is very important. Many synaptic vesicles. Inside of the synaptic vesicle, or inside of which have neurotransmitters. മക്കളെ, neurotransmitters എന്തിനായിരിക്കും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെയുള്ളത്? അപ്പോൾ സിനാപ്റ്റിക് നോബിലാണ്. ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്ത് സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ ഉള്ളത്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ആവശ്യം എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇപ്പം ഉണ്ടാവും. അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളുടെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പോവാണ്. സോ പ്ലീസ് പേ അറ്റൻഷൻ. യെസ്, സിനാപ്റ്റിക്, ഇത് നിങ്ങളുടെ +1 ബുക്കിലെ കറക്റ്റ് ഈ സിനാപ്സിന്റെ ഡയഗ്രാം ഞാൻ ചുമ്മാ ഒന്ന് എടുത്തുന്നുള്ളൂ, സെയിം NCERT-യിലെ. സോ സിനാപ്റ്റിക്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സിനാപ്സ് എന്ന് പറയുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് ആണല്ലേ. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതിൽ ഒരു സിനാപ്സ് എന്ന് പറയുന്നത് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ ആണെങ്കിലും സാധാരണഗതിയിൽ ഇതാണ് ഒരു സിനാപ്സ് അല്ലേ. ദിസ് ഈസ് വൺ സിനാപ്സ്. ഇതിൽ ഈ ഒരു പൊട്ടൻഷ്യൽ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു പൊട്ടൻഷ്യൽ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുക. പക്ഷേ ഈ സിനാപ്സ് സാധാരണഗതിയിൽ മെജോറിറ്റി ഓഫ് ന്യൂറോൺസിലും ഈ സ്പേസ് ഉണ്ട്. പക്ഷെ ചില ന്യൂറോൺസിന്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് ഇല്ല. 2 ന്യൂറോൺ അടുപ്പിച്ച് ഇങ്ങനെ തൊട്ടുരുമ്മി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ സിനാപ്സ് എന്തായിരിക്കും? സിനാപ്സ് ആബ്സെന്റ് ആയിരിക്കും. ഇങ്ങനെ സിനാപ്സ് പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോൺസിന് സിനാപ്സിനാണ് നമ്മൾ സാധാരണ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, ഇതിന് വിളിക്കുന്ന പേര്, ഈ ജംഗ്ഷൻ സാധാരണ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് കേട്ടോ. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉള്ള ന്യൂറോൺസുകൾ തമ്മിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉള്ള ആ ഒരു സിനാപ്സിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് അറിയോ? കെമിക്കൽ സിനാപ്സ് എന്നാണ്. പക്ഷേ ചിലപ്പോൾ ഈ സിനാപ്സ് ആബ്സെന്റ് ആയിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അതിന് നമ്മൾ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് വിളിക്കാറുണ്ട്. അത് ഒരു നിങ്ങൾ +1 പഠിക്കുന്ന കാര്യമാണ്. സോ മൈ പോയിന്റ് ഈസ്, ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ഈ ഒരു പൊട്ടൻഷ്യൽ ജംഗ്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എന്തായാലും സിഗ്നൽ പോകണ്ടേ, സോ ഈ ജംഗ്ഷനെ ഓവർകം ചെയ്യാൻ ആക്ച്വലി സ്പീക്കിംഗ് അതിനാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ആവശ്യം. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്ച്വലി ആ പേരിൽ ഉണ്ട്. ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കാം. ഈ ന്യൂറോൺ നെക്സ്റ്റ് ന്യൂറോണിന്റെ എന്തായിരിക്കും? ഡെൻഡ്രൈറ്റ് ആയിരിക്കും. കണ്ടോ, ഈ ഡെൻഡ്രൈറ്റ്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ സ്പേസ് ഉണ്ട്. ഈ സ്പേസിലൂടെ നമുക്ക് എന്ത് വേണം? ഈ ന്യൂറോൺ ഇമ്പൾസ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ന്യൂറോണിനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം. അതിനാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ആവശ്യം. ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് സിനാപ്റ്റിക് നോബ് ഉണ്ട്, അതിന്റെ അകത്ത് സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്താണ് എന്തുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അസറ്റൈൽ കോളിൻ ഒരു എക്സാമ്പിൾ ഓഫ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അസറ്റൈൽ കോളിൻ. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോൺ ടെർമിനലാണ്. ആക്സോൺ ടെർമിനലിന്റെ സിനാപ്റ്റിക് നോബിന്റെ അകത്തുള്ള സിനാപ്റ്റിക് വെസിക്കിൾസിന്റെയും അകത്താണ് എന്തുള്ളത്? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. എന്താ അതിന്റെ ആവശ്യം? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ദ ന്യൂറൽ ഇമ്പൾസ് ഫ്രം one axon terminal to the next dendrite of the next neuron എന്ന് പറയാം. അല്ലെങ്കിൽ ഈ സിനാപ്സിലൂടെ
ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസ് ത്രൂ എ സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഈ സിനാപ്സ് എന്ന് പറയുന്നത്, സിനാപ്സ് ഞാനിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് സ്കീമാറ്റിക് ആയിട്ട് കാണിക്കാൻ വിചാരിക്കുക. സിനാപ്സ് ഇതാ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലേ, ഇവിടെയും ഒരു സാധനം ഉണ്ട് അല്ലേ, ഇതിനാണ് സിനാപ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് ആക്സോണിന്റെ തൊട്ട് നമ്മുടെ ഫസ്റ്റ് അതായത് ന്യൂറോൺ, ഇത് ഒരു ന്യൂറോൺ, നെക്സ്റ്റ് ന്യൂറോൺ ഇങ്ങനെ പോകുന്നു, ഇതാണ് ഒരു ആക്സോൺ, ഇതാണ് ഒരു സിനാപ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഒരു ഭാഗം ഏതായിരിക്കും, ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ഇപ്പം കാണിക്കുന്ന ഈ ഒരു ഭാഗം, ഇത് ആക്ച്വലി നമ്മുടെ തൊട്ട മുന്നത്തെ ന്യൂറോണിന്റെ ആക്സോൺ ടെർമിനലിന്റെ പോർഷൻ ആയിരിക്കും അല്ലെ, ആക്സോൺ സിനാപ്റ്റിക് നോബിന്റെ പോർഷൻ ആയിരിക്കും. ഇത് നമ്മൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. എന്താണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ? പ്രീ എന്ന് വെച്ചാൽ മുന്നേ, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സിനാപ്സിന്റെ തൊട്ട മുന്നേ അല്ലെ, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ആൻഡ് ഇതിന് വിളിക്കുന്ന പേര് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്നാണ്. എന്താണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ? സോ ഇതിന്റെ ഇടയിലുള്ളത് എന്താണെന്നറിയോ, ഇതിന്റെ ഇടയിലുള്ള ഈ സ്പേസിന് വിളിക്കുന്ന പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ്. എന്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതിന് മൂന്നിനും കൂടെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്സ്. സിനാപ്സ്. അപ്പൊ സിനാപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്പേസ് ആണെന്ന് മാത്രം വിചാരിക്കരുത്. സ്പേസ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് വിളിക്കുക. ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് തൊട്ട മുന്നത്തെ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ന്യൂറോൺ കഴിഞ്ഞ് നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം. സോ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, അതിനിടയിലുള്ള സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, അതിനാണ് സിനാപ്സ് എന്ന് വിളിക്കുക. ഇത് സിനാപ്സ് ഈസ് മെയിൻലി ഓഫ് ടു ടൈപ്സ്. കെമിക്കൽ സിനാപ്സിൽ നമുക്ക് സാധാരണ ഇതിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് കാണും. പക്ഷേ സിനാപ്സ് അതിന്റെ റെയർ ആയിട്ടുള്ള ഒരു സിനാപ്സ് ആണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. അതിൽ ആക്ച്വലി ഈ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഈസ് വെരി നെഗ്ലിജിബിൾ. ഇതിൽ തൊട്ട് അടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ട് ചാരിയിട്ടായിരിക്കും നെക്സ്റ്റ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ടാകുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു +1 ബുക്കിൽ നിങ്ങൾ കാണുന്ന ഒരു ഡയഗ്രാം ഞാൻ സിമ്പിൾ ആയിട്ട് കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ ക്ലാരിഫൈഡ് ഫിഗർ. ഇത് കണ്ടോ, ഇത് തൊട്ട മുന്നത്തെ ന്യൂറോൺ, തൊട്ട 2 ന്യൂറോൺ ഉണ്ട്. ഫസ്റ്റ് ന്യൂറോണിന്റെ ആക്സോൺ ആണ് ഈ കാണുന്നത്. ആക്സോൺ എൻഡ് ചെയ്തിട്ട് ഇതൊരു സിനാപ്റ്റിക് നോബാന്ന് വിചാരിക്കാം. കണ്ടോ സിനാപ്റ്റിക് നോബ്. സോ ഇതൊരു ഈ കാണുന്നത് എന്താ, ഇതൊരു സിനാപ്റ്റിക് വെസിക്കിൾ ആണ്. കണ്ടോ സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്ത് എന്താവും, ഈ ഉണ്ടകൾ എന്തായിരിക്കും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിരിക്കും. സോ ദിസ് ഈസ് ആക്സോൺ ടെർമിനലിലെ സിനാപ്റ്റിക് നോബ് ആണ്. സിനാപ്റ്റിക് നോബിന്റെ അകത്തുള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ്. കണ്ടോ ഈ സിനാപ്റ്റിക് വെസിക്കിൾ, ഈ സിനാപ്റ്റിക് വെസിക്കിളിലെ ഈ മെംബ്രെയിൻ വിളിക്കുന്ന പേര് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്നാണ്. കണ്ടോ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇതിനിടയിൽ ഈ പൊട്ടൻഷ്യൽ സ്പേസിനാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുക. ആൻഡ് ഇതെന്താ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ, നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അതിന് നമ്മൾ എന്ത് വിളിക്കും, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതിന് മൂന്നിനും കൂടെ കൂടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, സിനാപ്സ് എന്ന് വിളിച്ചത്. ക്ലിയർ അല്ലേ? ആൻഡ് മക്കളെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം. എന്താ ഈ റിസപ്റ്റേഴ്സ്? റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്യാൻ, ഈ ജംഗ്ഷനിൽ ന്യൂറൽ ഇമ്പൾസുകൾ ഇവിടെ ഇങ്ങനെ വരും അല്ലെ. ആക്സോൺ ന്യൂറൽ ഇമ്പൾസുകൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ വെസിക്കിൾസ് കണ്ടോ, ഈ വെസിക്കിൾസ് ഇങ്ങനെ പോയി ഇവിടെ വന്ന് ഫ്യൂസ് ചെയ്യും, ഇവിടെ വന്ന് ലയിക്കും. ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് പോയി. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ റിസപ്റ്റേഴ്സിൽ വന്നിരിക്കുന്നു. ഈ റിസപ്റ്റേഴ്സിൽ വന്നിരുന്നാൽ ഈ ന്യൂറൽ ഇമ്പൾസുകൾ എവിടെ എത്തി, നെക്സ്റ്റ് ന്യൂറോണിലേക്ക് എത്തി. ഇതാണ് അതിന്റെ ഒരു ആവറേജ് ഐഡിയ. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദാ ഇതിലൂടെ ഇമ്പൾസുകൾ പോയി ഈ ഒരു ഇമ്പൾസുകൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു സിനാപ്റ്റിക് ഇമ്പൾസ് എന്ന് പറയുന്നത് ഈ ഒരു സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്തേക്ക്, സിനാപ്റ്റിക് നോബിന്റെ അകത്തുള്ള വെസിക്കിൾസിന്റെ അകത്തേക്ക് പോകുന്നു. ഇതിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് ചാടുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളെ ഇമ്പൾസ് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. അതിനെ വാങ്ങാൻ ഇവിടുത്തെ ഡെൻഡ്രൈറ്റ് ഉണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. എന്നിട്ട് ന്യൂറൽ ഇമ്പൾസ് ഇതിങ്ങനെ പോകുന്നു, നെക്സ്റ്റ് സിനാപ്സിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചാടുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള കാര്യം യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ഐ തിങ്ക് നൗ യു ഗോട്ട് ദ റെലവൻസ് ഓഫ് ദിസ് സിനാപ്സ്. പിന്നെ ഈ സിനാപ്സിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളുടെ റോൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിനാപ്സുമായിട്ട് ബന്ധപ്പെട്ട് മക്കളെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് an idea on this synapse concept. ഓക്കെ, ഈ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ റിലീസ് ചെയ്യാണ്. ദിസ് neurotransmitters is actually taking the impulse, and this neurotransmitters is going and binding with the receptors which is present in the next neuron. കണ്ടോ നെക്സ്റ്റ് ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഈ ന്യൂറോണിന്റെ അകത്ത് ഡെൻഡ്രൈറ്റിൽ
ആണ് ഈ റിസപ്റ്റേഴ്സ് ഉള്ള ഈ റിസപ്റ്റേഴ്സിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുക. റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് വന്ന് ഇരിക്കാനുള്ള ഒരു സോഫയായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്തൂടെ? കണ്ടോ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ സോഫയിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിലൂടെ നെക്സ്റ്റ് ഇമ്പൾസ് ഇങ്ങനെ പോയിക്കോളും. അങ്ങനെ ഡെൻഡ്രൈറ്റ് വഴി പിന്നെ ആക്സോൺ വഴി പോകുന്നു, വീണ്ടും വീണ്ടും ഇങ്ങനെ ഇമ്പൾസുകൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ന്യൂറൽ that is the story of nervous conduction, neural conduction അല്ലെങ്കിൽ ന്യൂറൽ ഇമ്പൾസിന്റെ കണ്ടക്ഷന്റെ ഒരു മെക്കാനിസം, കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ന്യൂറൽ ഇമ്പൾസിന്റെ ഒരു സിമ്പിൾ മെക്കാനിസം ആണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഹോപ്പ് ദാറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂറൽ ഇമ്പൾസുകളുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് സെറ്റ് ടു ഡിസ്കസ് ദ classification of neurons. Okay, so next we have to discuss about what? Classification of neural system. ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. Central neural system, peripheral neural system ആയിട്ടുള്ള classification ഒക്കെ പറഞ്ഞു. So we can discuss about the classification.